കൊടിക്കുന്നിൽ സുരേഷ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. UDF കരസ്ഥമാക്കിയ മികച്ച വിജയം, ആ വിജയവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, ആര് കേരളം ഭരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 80 മുതൽ 100 സീറ്റ് വരെ ജയിക്കുമെന്ന് ഞങ്ങൾ കണക്കൂട്ടിയത്. അതുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വിജയം അല്ലെങ്കിൽ പരാജയം വിജയവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കോർപ്പറേഷൻ, മുനിസിപ്പൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF നേടിയ തകർപ്പൻ വിജയം, ആ വിജയം എന്ന് പറയുന്നത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തിയായിട്ട് അത് പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോളിനെക്കുറിച്ച് എക്സിറ്റ് പോള് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ UDF കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് ശരിയായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 21% ആളുകൾ പിന്തുണയ്ക്കുന്നത് VD സതീശനെയാണ്. 8% പേര് രമേശ് ചെന്നിത്തല, 3% പേര് KC വേണുഗോപാൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് അത് ജനവികാരമാണെന്നും അത് മാനിച്ചുള്ള തീരുമാനം വരണമെന്നും തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ടോ? അല്ല, നിങ്ങൾ ഇന്നലെയും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തെ ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരും ഉത്തരം നൽകിയിട്ടുണ്ട്. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ് വ്യക്തമായ ചിത്രം പുറത്തു വന്നതിന് ശേഷം ആണ് പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം, അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റേതാണ്. ഇത് വളരെ വ്യക്തമായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല സമയത്തും പല ഘട്ടങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രക്രിയയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് വീണ്ടും പ്രസക്തിയില്ല, വീണ്ടും ചോദിക്കുന്ന പ്രസക്തിയില്ല. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ MLA മാർ ചേർന്ന് പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് പ്രഖ്യാപിക്കും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ജനവികാരമാണ് സർവേകളിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ ജനവികാരം പാർട്ടിക്ക് മാനദണ്ഡമാകും. ഇല്ല, ഇതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ് ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത്, അന്തിമമായി തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണമാണ്. മുഖ്യമന്ത്രി